സൂര്യൻ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അങ്ങ് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ്റെ പ്രഭ ചെറുതായി തട്ടിക്കളിക്കുന്നുണ്ട്. കടലിലെ ദീപാവലി അരങ്ങേറുകയായി. ധാരാളം ഫിഷിംഗ് ബോട്ടുകളുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചമാണിത്. ക്യാമറയിൽ അത്ര ഭംഗി വരുന്നില്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ നാവിഗേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നത് വളരെ കഷ്ടം തന്നെയാണ്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുകയോ മറിയുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ കൺഫ്യൂസ് ആവും. ഇടയ്ക്ക് ഒരു ഷിപ്പ് നമുക്ക് എതിരെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ 150-150ഓളം ഫിഷിംഗ് ബോട്ടുകളുടെ ഇടയിലൂടെ, ഫിഷിംഗ് ബോട്ട് അത്ര ചെറിയ ബോട്ടൊന്നുമല്ല, വലിയ ബോട്ടിലാണ്, ഇടയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ കപ്പലുകൾ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോവുക എന്നത് ഒരു ശ്രമകരമായ ജോലിയാണ്. അങ്ങനെ ഈ ദീപാവലിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടും കുറച്ചൊക്കെ നാവിഗേഷനുടെ ടെൻഷൻ എടുത്തുകൊണ്ടും, പിന്നെ ഇതിപ്പോൾ മാസാവസാനമാണല്ലോ, 31-ാം തീയതിയാണെന്ന്, മെയ് 31. അതിന് കുറേ റിപ്പോർട്ടുകളൊക്കെ അയക്കാനുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടും ഒക്കെ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ജീവിതം. കടലിലെ ദീപാവലി, ദീപങ്ങളുടെ ആവലി. ഇത് ഒരു ദീപം പോലെയാണെന്ന്, ഒരു ദീപമല്ല, ഒരു 10-30 ലൈറ്റുകൾ ഉണ്ടാവും ഒരു വെളിച്ചത്തിൽ തന്നെ. അത് ഫിഷിംഗ് ബോട്ടിൻ്റെ ലൈറ്റുകളാണ്. ഈ വെളിച്ചം കണ്ട് അട്രാക്റ്റ് ചെയ്തിട്ടാണ് മീനുകൾ ഓടിപ്പാഞ്ഞ് വന്ന് അവരുടെ വലയിൽ കുടുങ്ങുന്നത്. അതിന് ധാരാളം വെളിച്ചം അങ്ങനെ വച്ചിരിക്കുകയാണ്. 100 കണക്കിന് ഫിഷിംഗ് ബോട്ടുകളുടെ ഇടയിൽ ആണ് നമ്മുടെ കപ്പൽ. ഇതിപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ സ്റ്റാർബോർഡ് സൈഡാണ്. സ്റ്റാർബോർഡ് സൈഡ് എന്ന് വെച്ചാൽ വലത് സൈഡ്. ഇതിങ്ങനെ റൗണ്ടിലാണ് നിൽക്കുന്നത് തോന്നുമെങ്കിൽ റൗണ്ടിലല്ല, ചിലന്തി വല പോലെ ഇങ്ങനെ കിടക്കുകയാണ് നമുക്ക് ചുറ്റും. അപ്പോൾ നമ്മൾ നേരെ ഒരു റൂട്ടിലൂടെ പോകുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ പോകേണ്ടി വരും ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ. അവർ നെറ്റ് വിരിച്ചിങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവർക്ക് മാറാൻ പറ്റില്ല നെറ്റും കൊണ്ട്. അപ്പം നമ്മൾ മാറിപ്പോണം. ഇതാണ് എൻ്റെ അവസ്ഥ. ഇതാണ് നമ്മുടെ കപ്പൽ. ഇതെല്ലാം ഫിഷിംഗ് ബോട്ടാണ്. ഈ റെഡ് ലൈനാണ് എൻ്റെ ട്രാക്ക്. ഇതിലൂടെ പോകേണ്ടത് ഞാനിങ്ങനെ വളഞ്ഞിപ്പോൾ ഇവിടെ ഇനി ഇങ്ങനെ പോകണം, പിന്നെ ഇങ്ങനെ പോകണം, പിന്നെ ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകണം. അങ്ങനെ ചിലപ്പോൾ അവരുടെ നെറ്റ് ഇത്തിരി ഫ്രണ്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് ഓടിക്കേറി വരും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വിളയ്ക്കണം. അങ്ങനെ കുറേ ബുദ്ധിമുട്ടാണ്. അവരുടെ ഫിഷിംഗ് നെറ്റ് കട്ട് ചെയ്താൽ അവരുടെ കഞ്ഞികുടിയും മുട്ടും, പിന്നെ നമ്മുടെക്കെതിരെ കേസൊക്കെ ഉണ്ടാകാം. അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷിപ്പിൻ്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത്. ഇതാ ചുറ്റും ഞാൻ ഈ പോർട്ട് സൈഡിലുള്ള PORT പോർട്ട് സൈഡ് എന്ന് വെച്ചാൽ ഇടത് വശത്ത് ഭാഗത്തുള്ള വാതിലോർന്ന് പുറത്തിറങ്ങി ചുറ്റും 360 ഡിഗ്രി കപ്പലിന് ചുറ്റും നിറച്ച് ഫിഷിംഗ് ബോട്ടുകളാണ്. ഇടയ്ക്ക് നിങ്ങൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ടാവും, TV ന്യൂസ് കാണുന്നുണ്ടാവും. ഫിഷിംഗ് ബോട്ടിനെ കപ്പൽ ഇടിച്ചു, നെറ്റ് കട്ട് ചെയ്തു, ഷിപ്പിലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ വെടിവെച്ചു, മുക്കുവന്മാർ മരിച്ചു എന്ന്. അതൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്. ചില സ്ഥലങ്ങളിൽ പൈറേറ്റ്, ഈ കടൽ കൊള്ളക്കാർ, അതായത് കടലിൽ കയറി വന്നിട്ട് കയറൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും എന്ന് തുടങ്ങി എല്ലാം ചെയ്യുന്ന കടൽ കൊള്ളക്കാരും കടൽ കള്ളന്മാരും ഉള്ള സ്ഥലങ്ങളിലൂടെ കപ്പൽ പോകുമ്പോൾ ഈ മുക്കുവന്മാരിങ്ങനെ അവരുടെ വല സംരക്ഷിക്കാൻ വേണ്ടി കയറി വരിക, അല്ലെങ്കിൽ മീൻ കിട്ടുമെന്ന് കരുതി ഓടിക്കേറി ഷിപ്പിൻ്റെ മുമ്പിലേക്കോ ഷിപ്പിൻ്റെ അടുത്തേക്കോ ഒക്കെ വരുമ്പോൾ അതൊക്കെ കള്ളന്മാരാണെന്ന് കരുതി പേടിച്ചിട്ടാണ് വെടിവെക്കുന്നത്. ഇങ്ങനെയാണ് സംഭവം. ആഹാ, എന്ത് ഭംഗിയാണ്, എത്ര പ്രകാശഭരിതമാണെന്ന് നോക്കൂ. ആ പ്രകാശത്തിൻ്റെ
ഒളി വെട്ടിത്തിളങ്ങുകയാണ് കടലിൽ. പക്ഷേ ഇത് സൂര്യോദയമൊന്നുമല്ല, ഒരു ഫിഷിംഗ് ബോട്ടിൻ്റെ ലൈറ്റാണ്. ഒരു 10-50 ബൾബുകൾ കത്തിച്ചിട്ടുണ്ട്, അതിപ്രസരമുള്ള ബൾബുകൾ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിലെ വീഡിയോയിലൂടെ കാണുമ്പോൾ ഒരൊറ്റ ബൾബായിട്ട് വലിയ പ്രകാശമായിട്ട് തോന്നുന്നു. നമ്മളീ കാണുന്നത് ഒരു ടഗ് ഒരു ഓയിൽ റിങ്ങിനെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഞാനത് സൂം ചെയ്ത് കാണിക്കാം. നിറയെ ദീപാലങ്കാരങ്ങൾ പോലെ ലൈറ്റൊക്കെ ഇട്ട് പോകുന്ന ഒരു ഓയിൽ റിഗാണത്. അതിനെ കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ് മുമ്പിലുള്ള ആ ടഗ്. അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. This is Singapore city. Wow. ഒരു ക്രൂയിസ് എയർലൈനാണ്, പാസഞ്ചർ ഷിപ്പ്. Okay, bye-bye, cruiser. Basius masuk. Basius masuk. Engine room. Engine room deck. Basius masuk. Basius masuk, bos. Dia, bos.